ഫസ്റ്റ് ഇത് കൊത്തമരയും പയറും കൂടി ക്ലീൻ ചെയ്തിട്ട് പിന്നെ പച്ചക്കായ, ക്യാരറ്റ്, കുമ്പളം, ചേന. ഫസ്റ്റ് നമ്മൾ ചേനയാണ് വേവിക്കുന്നത്, കാരണം ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് ചേന. പിന്നെ മുരിങ്ങാക്കായ കുറച്ചേ ഉള്ളൂ, മുരിങ്ങാക്കായും ക്യാരറ്റും കുറച്ചേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേന ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ചേന വേവാൻ വേണ്ടിയിട്ട്. എന്താ ചേന ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കുക. പച്ചക്കായ അല്ല, ക്യാരറ്റ്, കുമ്പളം, കൊത്തമര, പയർ, മുരിങ്ങാക്കായ, പിന്നെ പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി കുറച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി, നമ്മളിത് എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവട്ടെ. അത് റെഡിയാക്കാൻ പോവുകയാണ്. അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളകൊന്ന് പഴുത്ത് പോയതാണ്, നല്ല എരിവുള്ള മുളകാണ്. പച്ചമുളക്, കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ. പിന്നെ തേങ്ങ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതയ്ക്കാൻ മതി, നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് അവിയലിൻ്റെ കഷ്ണം വെന്തിരിക്കണേ. നമ്മൾ അതിലേക്ക് അരച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തേങ്ങ ഒന്ന് അരയ്ക്കാൻ കേട്ടോ, ഒന്ന് ചതക്കി കൊടുത്താൽ മതിയേ. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തേങ്ങ ഒക്കെ ഒന്ന് പിടിയാനും വേണ്ടിയിട്ട് കുറച്ച് മതി വെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അവിയലിലേക്ക് അരപ്പൊക്കെ നല്ല പിടിച്ചിരിക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു, അതൊക്കെ പറ്റി നല്ല അവിയൽ റെഡി ആയിരിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഇത് നമ്മുടെ അവിയൽ ഇതായിരിക്കുന്നത്. അതിലേക്ക് നമ്മളിനി തൈര് ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിരിക്കും. കണ്ട, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഈ കുക്കിംഗ് വിത്ത് സിന്ധു എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷനൊക്കെ കുറച്ച് കുറവാണ്. എങ്ങനെ അവിയൽ ഇഷ്ടമായോ?